കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. നേരിട്ടും അല്ലാതെയും പരാതികൾ പലതവണ അറിയിച്ചിട്ടും ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാൻ ഇനിയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ലൈറ്റ് മിഴിയടച്ച് 1 മാസം പിന്നിട്ടതോടെ ആദ്യം ഓട്ടോറിക്ഷ തൊഴിലാളികൾ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു. പിന്നാലെ നാട്ടുകാർ മെഴുകുതിരി കത്തിച്ചും പ്രതിഷേധം അറിയിച്ചു. എന്നാൽ ഈ പ്രതിഷേധമൊന്നും കാണേണ്ടവർ ഇതുവരെ കണ്ടില്ലെന്ന് മാത്രം. ഇതോടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് നാട്ടുകാരുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും തീരുമാനം. 1.5 മാസത്തിൽ പുറത്തായത് ഇരുട്ടിലായതിനു ശേഷം ഇവിടെ ഒരു മോഷണം വരെ മൃഗാശുപത്രിയിൽ നടന്നിട്ടുണ്ട്. ഇരുട്ടായതിനു ശേഷം അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ് ഇടിച്ച് പൊളിച്ച് വണ്ടി കയറുകയും വെയിറ്റിംഗ് ഷെഡിൽ ഭയങ്കരമായ ഇതായിട്ട് പോലും അതിലും ഒരു തീരുമാനത്തിൽ എത്താതെ ഇരിക്കുകയാണ് ഈ ഇരുട്ട് കാരണം. ഇത് പറയേണ്ടവർക്ക് എല്ലാവരും പറഞ്ഞിട്ടും ഇതിനൊരു നടപടിക്രമങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്നും ഇത് നീക്കം ചെയ്യുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായതോടെ ചോഴിയക്കോട് പട്ടണം ഇരുട്ടിലാകും. വ്യാപാര സ്ഥാപനങ്ങൾ കൂടി അടയ്ക്കുന്നതോടെ ഇരുട്ടിന്റെ മറവിലെ സാമൂഹിക വിരുദ്ധ ശല്യവും കൂടും. രാത്രികാലങ്ങളിൽ ബസ്സിലടക്കം ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ചോഴിയക്കോട് പ്രദേശം മൊത്തത്തിൽ ഇരുട്ടിലാണ്. മാത്രമല്ല ഈ കടയിലെ ഓണർ ഒരു ദിവസം ഈ ഓടയിൽ വന്ന് വീഴുകയും കൈക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. അങ്ങനെ പല പല വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഇരുട്ടിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാമൂഹിക വിരുദ്ധർക്കുള്ള ശല്യങ്ങളും കൂടുതലാണ് ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഭാഗത്തായിട്ട്. പിന്നെ നിരവധി പേർ ഇതിലെ യാത്രക്കാർ വന്നിറങ്ങി പോകുന്ന സ്ഥലമാണിത്. അപ്പോൾ വെട്ടമില്ലാത്തതിനാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കുന്ന ജനങ്ങൾ. അതിന് പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതരോടും KSEB അവരോടും. ലൈറ്റ് തകരാറിലായതിനു ശേഷം രാത്രിയിൽ ചെറുതും വലുതുമായി നടന്നത് 3 വാഹനാപകടങ്ങളാണ്. കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ ലോറി ഇടിച്ച് തകർത്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ചെങ്കിലും വേഗത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.